എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 17-ാം തിരുവചനം. ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഏതാവശ്യങ്ങളും സാധിച്ചു തരുവാൻ പരിശുദ്ധ അമ്മ സദാ സന്നദ്ധയായിരിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് നിറവേറ്റി തരും. ഇപ്പോഴത്തെ നിന്റെ ജീവിത പ്രതിസന്ധികൾ എല്ലാം അമ്മ കാണുന്നുണ്ട്. അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പരിഹാരം ചെയ്തു തരാനും ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്ന ഒരാവശ്യത്തിൽ അമ്മ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കും. നീ ചോദിക്കുന്നത് സാധിച്ച് കിട്ടുക തന്നെ ചെയ്യും. മടുപ്പ് കൂടാതെ ഈ പ്രാർത്ഥന മുഴുവനായും സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക. ഈശോയെ, ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ചിന്തകളെയും ബുദ്ധിയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തികളെ നിയന്ത്രിക്കണമേ. ഞങ്ങളിൽ നിന്ന് എല്ലാ നല്ല ചിന്തകളും പ്രവർത്തികളും മാത്രം ഉണ്ടാവട്ടെ. നല്ലത് ചെയ്യുവാൻ, നന്മകൾ ചെയ്യുവാൻ അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് വിധിക്കുമ്പോൾ എൻ്റെ പ്രവൃത്തികളും അങ്ങ് ശോധന ചെയ്യുമെന്ന് ഈശോയെ ഞാൻ അറിയുന്നു. അളക്കുന്ന അളവിൽ തിരിച്ചു ലഭിക്കുമെന്നോർത്തുകൊണ്ട് ഓരോ പ്രവൃത്തികളും ചെയ്യുവാൻ അമ്മേ മാതാവേ, ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ജീവിതാന്ത്യം ഞങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകട്ടെ. അവ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തട്ടെ. ഈ ലോകത്തിൻ്റെ പ്രവർത്തികൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗമെന്ന ലക്ഷ്യം നേടാനുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ അരികിൽ അണഞ്ഞിരിക്കുന്നു. അവിടുന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും നിത്യം സഹായമായിരിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായ അമ്മേ മാതാവേ, എൻ്റെ ആകുല ചിന്തകൾ എല്ലാം അവിടുത്തെ കൈകളിൽ ഭരമേൽപ്പിക്കുന്നു. നമ്മുടെ ആകുല ചിന്തകൾ നാം തന്നെ വഹിച്ചാൽ നമ്മൾ തളർന്നു പോകും. നമുക്ക് വേണ്ടുന്നതെല്ലാം അവിടുന്ന് കരുതി വെച്ചിരിക്കുന്നതിനാൽ നമ്മുടെ സകല പ്രതിസന്ധികളും വഴിമാറിപ്പോകും. എൻ്റെ ചിന്തയും ബുദ്ധിയും ദൈവത്തിൽ സമർപ്പിക്കുന്നു. നാം നമ്മുടെ ചിന്തയും ആകുലതകളും ദൈവത്തിൽ ഭരമേൽപ്പിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മൾ ആകുലപ്പെടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ചെയ്തു തരും. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖവും മാറ്റി ദൈവം സന്തോഷം നൽകും. ഈ ഭൂമിയിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദന അനുഭവിക്കുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് സ്വന്തം ദുഃഖമോർത്ത് ഇരിക്കാതെ ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് നന്ദി പറയാം. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്ത ഒഴിവാക്കി ദൈവത്തിൽ നമുക്ക് ശരണം വയ്ക്കാം. ദൈവം നമ്മളെ ഈ ഭൂമിയിലുള്ള മറ്റാരേക്കാളും എന്തിനേക്കാളും അധികമായി സ്നേഹിക്കുന്നുവെന്ന് വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു നിയോഗം ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അവിടുന്ന് ഉത്തരം നൽകണമേ. ഞങ്ങളെയും ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്
അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നീ ചോദിച്ചാൽ ദൈവം നിനക്ക് തരാതിരിക്കുമോ? അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നീ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ അധികം ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുവല്ലോ. എന്റെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുവാൻ ദൈവത്തിനു മാത്രമേ സാധിക്കൂ. എന്നെ ദൈവം കണ്ടതുപോലെ കാണാനോ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനോ എന്റെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ ചങ്കായ സുഹൃത്തുക്കൾക്ക് പോലും സാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമാതാവേ, എന്റെ ഉള്ളിലെ നൊമ്പരവും കിടക്കയിലെ കണ്ണുനീരും അമ്മ അറിയുന്നുവല്ലോ. ആരും കാണാതെ ഞാൻ തുടച്ച കണ്ണുനീർ കണങ്ങൾ ദൈവസന്നിധിയിൽ അവിടുത്തെ തിരുമുൻപിലുണ്ട്. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അമ്മയുടെ പക്കലുണ്ട്. എന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, എനിക്കും ഈ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്ന ഓരോ മക്കൾക്കും സമാധാനം നൽകണമേ. സന്തോഷത്തിൽ ജീവിക്കാനുള്ള വരം നൽകണമേ. എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും അടിയുറച്ച വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഒരിക്കൽ കൂടി അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അമ്മേ നിത്യസഹായ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ച് കൈക്കൊള്ളണമേ. പരിശുദ്ധ അമ്മേ മറിയമേ, ഏറ്റവും മഹത്വമുള്ള കന്യകയെ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എന്നെയും എനിക്കുള്ളവയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ പരിശുദ്ധ മറിയമേ, എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ക്രൈസ്തവ ദൈവവിളിയെ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നു. അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെയും എനിക്കുള്ളവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ. ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും അഭ്യസനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷമനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളാമെന്ന് അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞങ്ങളിതാ വാഗ്ദാനം ചെയ്യുന്നു. ഓ അമലോത്ഭവയെ, പരിശുദ്ധിയുടെ സമ്പൂർണ്ണ മാതൃകയെ, ഈശോയെ പോലെ ആയിത്തീരാമെന്നുള്ള പ്രത്യാശ എനിക്ക് നൽകുകയും അതിലെന്നെ നിലനിർത്തുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥതയാൽ എന്നിലേക്ക്, ഞങ്ങൾ ഓരോരുത്തരിലേക്കും ലോകം മുഴുവനിലേക്കും എഴുന്നള്ളി വരണമേ. ആകാശത്തെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. ആമേൻ.